നമ്മുടെ വീടുകളിലുള്ള ആളുകൾ അന്ന് വെള്ളത്തിന് വേണ്ടി കലം ചുമന്ന് ദൂരെ പോയിട്ട് കലത്തിൽ വെള്ളം കോരിക്കൊണ്ട് വീട്ടിൽ വരുന്ന യാതൊരു കുടുംബക്കാർക്കും അവിടെ ഏറെ കാലത്തെ അനേക വർഷത്തെ ഒരു ആവശ്യമായിരുന്നു ഒരു സാംസ്കാരിക നിലയം. അതിൻ്റെ എമൗണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ പദ്ധതി എൻ്റെ വാർഡിൽ മാത്രമല്ല, 2ാം വാർഡിലും കൂടെ പെടുന്ന കേട്ടോ. 2 വാർഡിലായിട്ടാണ് കിടക്കുക. ഒരു തെങ്ങിന് 1 കിലോ കേട്ടുമ്പിണാക്കുന്ന നിലയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 2 വർഷം കൊടുത്തു. അപ്പം മറ്റുള്ളവരാരും അവരുമായിട്ട് സമ്പർക്കത്തിന് തയ്യാറാകാറില്ല, പേടി കാണണം. കാരണം തങ്ങൾക്കും ആ രോഗം പിടിക്കുവോ ഇല്ലേ എന്നുള്ള പേടിച്ചിട്ട്. മുതൽ 25 വരെ 5 വർഷക്കാലത്തോളം ഈ പഞ്ചായത്തിലെ 1ാം വാർഡിലെ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതെ, തീർച്ചയായും. ഈ ഒരു കാലയളവിലുള്ള വികസനങ്ങൾ എത്രത്തോളം ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ഞാൻ മെമ്പറായിട്ട് വരുമ്പോൾ വാർഡിൽ എനിക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന വാർഡ്, എൻ്റെ വാർഡിലൊരു കോളനി ഉണ്ടായിരുന്നു. നമ്മൾ നഗർ എന്നാണ് ഇപ്പോൾ പറയുന്നത്, അന്ന് കോളനി ആയിരുന്നു. ഇപ്പം നഗർ, 4 സെൻറ്റ് നഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഉള്ള ജനങ്ങൾക്ക് കുടിവെള്ളമില്ലായിരുന്നു. അപ്പോൾ നേരത്തെ മുൻകാലത്തിലെ പഞ്ചായത്ത് ഭരണസമിതി അവിടെ കുടിവെള്ളം വലിയൊരു കുളമൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളമുള്ളതാണ്, പക്ഷേ അത് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ചെളിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവരനുഭവിച്ച ഏറ്റവും വലിയ വിഷമം, നമ്മൾ പഴയ കാലങ്ങളിൽ കുടിയേറ്റ കാലത്ത് നമ്മുടെ വീടുകളിലുള്ള ആളുകൾ അന്ന് വെള്ളത്തിന് വേണ്ടി കലം ചുമന്ന് ദൂരെ പോയിട്ട് കലത്തിൽ വെള്ളം കോരിക്കൊണ്ട് വീട്ടിൽ വരുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അതേ സ്ഥിതിയായിരുന്നു ഈ നഗറിൽ അന്നത്തെ അവസ്ഥ. കാരണം ഈ കുളത്തിൽ വെള്ളമില്ലാത്തതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കിണറ്റിൽ പോയി വെള്ളം കോരി വീട്ടിലെത്തിച്ചാണ് അവിടെ വെള്ളത്തിൻ്റെ ആവശ്യം അവരന്ന് നിർവഹിച്ച് ചെയ്തത്. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് അവൻ എന്നോട് ആവശ്യപ്പെട്ട ഏറ്റവും വലിയ അവിടെ പ്രശ്നമല്ലായിരുന്നു, റോഡല്ലായിരുന്നു, വീടല്ലായിരുന്നു, അവർക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ജയിച്ച് വന്നാൽ തീർച്ചയായിട്ടും ഈ കുളം ഞാൻ ശുചിയാക്കി നിങ്ങൾക്ക് കുടിക്കാൻ ഉതകുന്ന രീതിയിൽ അത് ക്ലീൻ ചെയ്ത് ആക്കിത്തരും എന്ന് പറഞ്ഞു. എന്തായാലും ദൈവാനുഗ്രഹത്തെ ഞാൻ ജയിച്ചു വന്നു. ജയിച്ചു വന്ന വാർഡ് തന്നെ ഏറ്റവും ആദ്യം എൻ്റെ വാർഡിൽ അനുഭവപ്പെട്ട ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ടത്. ഞാൻ ജയിച്ചു വന്ന ഉടൻ തന്നെ അവിടുത്തെ ആളുകളെ സംഘടിപ്പിക്കുകയും, പറഞ്ഞാൽ ആ 7 കുടുംബമുള്ളൂ, അവരെ സംഘടിപ്പിച്ച് അത് ഓലി തേകാനുള്ള സംവിധാനമാക്കി. ഓലിയല്ല, കുളം തേകി വൃത്തിയാക്കി കുടിവെള്ളം അവർക്ക്, പിന്നെ മോട്ടർ നിലവിൽ മുൻകാലത്ത് വെച്ച മോട്ടർ അവിടെയുണ്ട്. അപ്പം ആ മോട്ടർ ഉപയോഗിച്ച് തന്നെ കുടിവെള്ളം ആക്കാനുള്ള സംവിധാനമാക്കി. അപ്പം ഏതാണ്ട് ഒരാഴ്ചയോളം ഞങ്ങൾ കഠിന പരിശ്രമം ചെയ്ത് ഒത്തിരി ചെളിയുണ്ടായിരുന്നു. അതുപോലെ മുൻകാലങ്ങളിൽ അതിനകത്ത് തന്നെ പൊട്ടിച്ചിട്ട കുറെ കല്ലും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ സംഘടിപ്പിച്ച്, അപ്പോൾ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. അവർ വന്ന് തൊഴിലുറപ്പിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തി അവരെൻ്റെ ചെലവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തുകയും, അപ്പോൾ ആ പൈസ അന്നേരം കിട്ടില്ലല്ലോ, പണിയുന്ന ആളുകൾക്ക് വേണ്ടി കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി അവിടെ പണിയുന്ന ആൾക്ക് ഭക്ഷണമാക്കി കൊടുത്തു, ഭക്ഷണം ഹോട്ടലിൽ വരുത്തി കൊടുത്തു. അപ്പോൾ കൂലി വേണ്ട ആളുകൾക്ക് കൂലി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തു. 22,000 രൂപയോടും അതിന് ചിലവായി. അങ്ങനെ ഏറ്റവും അതെ, അതെല്ലാം പിന്നെ എനിക്ക് തൊഴിലുറപ്പ് അവർ ചെയ്തു തന്നു. അപ്പം ഇത്രയും പൈസ മുടക്കി അവർക്ക് ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ആളുകൾക്കും കുടിക്കാൻ ശുദ്ധമായ ജലം ആ കുളത്തിൽ നിന്നാക്കി കൊടുത്തു. ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം അതാണ്. അങ്ങനെ എനിക്ക് അവിടെ ആ നഗറിൽ എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടക്കത്തിൽ തന്നെ, അതിൽ പ്രസിഡന്റ് സഹായമൊക്കെ എനിക്കുണ്ടായിരുന്നു. ബാക്കി മുന്നോട്ട് സപ്പോർട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തൊഴിലുറപ്പിൽപ്പെടുത്തി ഞാൻ മാസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ പൈസയൊക്കെ എനിക്ക് കിട്ടുന്നത്. കാര്യങ്ങളെല്ലാം നടന്നു. അതിനുശേഷം പിന്നെ പ്രസിഡന്റ് സഹായത്തോടെ ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഇത് കുളത്തിൽ വെള്ളമല്ലേ ആയുള്ളൂ. അതിനുശേഷം ഈ കുടിവെള്ളം അവർക്ക് വീട്ടിൽ എത്താനുള്ള സംവിധാനമാക്കി. ഇവരല്ലെങ്കിൽ ഇത് മോട്ടോർ അടിച്ച് വന്നാലും ഒക്കെ അവിടെ വരുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് അവിടെ തന്നെ ഒരു ഹൈറ്റിൽ പിന്നെ സെറ്റ് ചെയ്തൊരു ടാങ്കിന് ഒരു പ്രൊജക്റ്റ്, അതിൻ്റെ എമൗണ്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ അതിനൊരു എസ്റ്റിമേറ്റ് ആക്കി ഫണ്ടാക്കിയിട്ട് ആ തുക ഉപയോഗിച്ച് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ടാപ്പും ഈ ടാങ്കിൽ നിന്ന് വെള്ളം അതാത് ആളുകൾക്ക് കിട്ടാനുള്ള സംവിധാനവും
ചെയ്തു. അതാണ് എനിക്ക് പറയാൻ എപ്പോഴും എവിടെ ആരുടെ എടുത്ത് പറയാനുള്ള സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു വികസന കാര്യമാണ്. തുടക്കത്തിൽ ഞാൻ വന്നപാടെ ആദ്യം ചെയ്തൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണത്തേക്കാനും ആവശ്യം വെള്ളം, കുടിവെള്ളം. അതെ 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 അത് ചെയ്തു കൊടുത്തതിന് എൻ്റെ സന്തോഷം എനിക്ക് എക്കാലത്തും ജീവിതത്തിലുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാര്യം, അതിൻ്റെ ആ സ്നേഹം അവിടെ രാഷ്ട്രീയത്തിന് അതീതമായ അവർക്കെല്ലാം എന്നോടും ഉണ്ട്. അതിൻ്റെ നന്ദിയുണ്ട്. അവരിപ്പോഴും അത് ഇന്ന് എവിടെയും അവർ പറയും അവര്. പിന്നെ ഇനി ആ സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ അതിന് തുടർച്ചയായിട്ട് ചെയ്തു. അത് 1-2 വർഷത്തിനുള്ളിലാണ് ചെയ്തത്. അവിടെ വർഷങ്ങളായിട്ട് ഇത് പഞ്ചായത്ത് 4 സെന്റ് സ്ഥലം വെച്ച് ഇവർക്ക് കൊടുത്തതാണ്. കുറേ വീട്ടുകാർക്ക് കൊടുത്ത സ്ഥലമാണ്. മുൻകാലത്തെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതാണ്. പക്ഷെ അതിൽ അവർക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ 4 സെന്റ് സ്ഥലത്തിന് ആർക്കും രേഖയില്ലായിരുന്നു, പട്ടയമില്ലായിരുന്നു. അവർ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇതിന് മുമ്പിലുള്ള ഭരണസമിതിയിലും പല കാലഘട്ടങ്ങളിലും പഞ്ചായത്ത് മെമ്പർമാരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വസ്തുതയായിരുന്നു. അതെന്ത് ചെയ്തു? അതിനും തീരുമാനം ഉണ്ടാക്കി. അവിടെ സ്ഥലങ്ങൾ അളന്ന് അതിനും എനിക്ക് പ്രസിഡന്റ് സഹായമുണ്ട്, സപ്പോർട്ട്. അവർക്കെല്ലാം എല്ലാ സ്ഥലങ്ങൾ 4 സെന്റ് വെച്ച് അളന്ന് തിരിച്ച് 6 കുടുംബക്കാരുണ്ടായിരുന്നു. ഈ 6 കുടുംബക്കാർക്കും അവിടെ ഏറെ കാലത്തെ അനേക വർഷത്തെ ഒരാവശ്യമായിരുന്നു ഈ വെള്ളം പോലെ തന്നെ പട്ടയം അതാക്കി കൊടുത്തു. അതാക്കി കൊടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷമായേ ഉള്ളൂ. അങ്ങനെ ആ കോളനിയിലെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കി. ഇനി അടുത്ത 3-ാമത്തെ പോയിന്റ്, ഇതെല്ലാം നഗരനെ പറ്റിയുള്ള കാര്യമാണ്. ഇനി ആ നഗരയിൽ ഒരു കളിസ്ഥലം സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് ചെയ്യുന്ന അതിന് ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കി ആ കളിസ്ഥലം പണിയാനുള്ള ഫണ്ട് എത്ര ലക്ഷം? അത് 5 ലക്ഷം രൂപ ഇപ്പോൾ അത് ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ആ ഒരു ഗ്രൗണ്ട് അവിടെ കുട്ടികൾക്ക്, എൻ്റെ വാർഡിൽ ശരിക്കും അങ്ങനെ എൻ്റെ വാർഡിൽ കളിസ്ഥലമില്ല. കുട്ടികളിങ്ങനെ വഴിയിലോ മറ്റുള്ളവരുടെ നിരന്ന സ്ഥലത്തൊക്കെ അവർ പന്ത് കളിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ആവശ്യമായിരുന്നു. അതിപ്പോൾ അടുത്ത് നടപ്പിലാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ കളിസ്ഥലത്തിൻ്റെ കാര്യം കൂടെ ഇപ്പോൾ പൂർത്തിയാകാൻ പോവുകയാണ്. അങ്ങനെ 2-3 കാര്യങ്ങൾ അവിടെയുള്ള ആൾക്ക് ചെയ്ത് വെക്കാൻ പറ്റി. റോഡിൻ്റെ കാര്യം പറയാം. റോഡിൽ എനിക്ക് എൻ്റെ വാർഡിൻ്റെ മറ്റൊരു മേഖലയാണ് പിന്നെ ഒരു കലുങ്കിൻ്റെ ആവശ്യം. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തോടാണ്, കാട്ടിയാമുച്ചവല്ലി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു കലിങ്കിന് ഇതുപോലെ 10-20 വർഷമായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള മെമ്പർമാരോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടന്നില്ല, ഫണ്ട് അനുവദിച്ച് കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇവിടുത്തെ എയും ഓഫീസറെയും കൂട്ടി പോയി കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്നല്ലേ. അപ്പോൾ അവരാണ്ട് 14 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അതിന് ചിലവ് വരുമെന്ന് പറഞ്ഞു. അത് ഞാൻ MP മുഖേന, കെ സുധാകരൻ MP മുഖേന ഈ 14 ലക്ഷത്തെ അപേക്ഷ വെക്കുകയും അത് പെട്ടെന്നായി പറഞ്ഞ തുക ഫുള്ള് എനിക്ക് അനുവദിച്ചു തന്നു. അത് പണി പൂർത്തിയായി ഉദ്ഘാടനത്തിനായിട്ട് കാത്തു കിടക്കുക. അങ്ങനെയാണ് ഒരു കൾവേർട്ട്. അത് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് കൊണ്ടല്ല, MP-യുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച്, ഒരു നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു, അത് ചെയ്തു കൊടുത്തു. പിന്നീട് ഞാൻ ചെയ്തത് 2 റോഡുകൾ, ഒരു റോഡ് 2 ഘട്ടമായിട്ട് ഫ്രഷ് ടാറിങ് നടത്തി. നമുക്ക് ഫ്രഷ് ടാറിങ് നടത്താൻ ഇപ്പം നിലവിൽ നമുക്ക് ഫണ്ട് കിട്ടാറില്ല. നമുക്കെല്ലാം മെയിൻ്റനൻസ് ഗ്രാൻഡാണ് കിട്ടുന്നത്. ചെയ്തത് ഞാൻ ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ബ്ലോക്ക് മെമ്പറെ കൊണ്ട് അനുവദിപ്പിച്ച് ഒരു 6 ലക്ഷം രൂപ മുടക്കി അത് ചെയ്തു. പിന്നെ എനിക്ക് അനുവദിച്ച ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ഇയറിലെ ഫണ്ട് ഉപയോഗിച്ച് ഒരു 6 ലക്ഷം രൂപ മുടക്കി. അത് പഞ്ചായത്തിൻ്റെ, ആലക്കോട് പഞ്ചായത്ത് ബോർഡറിൻ്റെ ആ അതിർത്തി വരെ ഫ്രഷ് ടാറിങ് ചെയ്തു. കാട്ടിയാമുച്ചവല്ലി 40 ഓടുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ഫ്രഷ് ടാറിങ് അങ്ങനെ 2 തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പേര് വേണോ? മെയിൻ്റനൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള 5 വർഷം കൊണ്ട് ചെയ്തതാണ്. ഒന്ന് മുതുശ്ശേരി താൽത്തണ്ണി റോഡ്, അടുത്തത് കാട്ടിയാമുച്ചവല്ലി അളമ്പ് റോഡ്, പിന്നെ അടുത്തത് കാട്ടിയാമുച്ചവല്ലി മുതുശ്ശേരി റോഡ്, അടുത്തത് മണിയൻകൊല്ലി ഞാർക്കങ്കര റോഡ്, അടുത്തത് ഉള്ളിമുക്കുണ്ട് മുതുശ്ശേരി റോഡ്. ഇത്തരം റോഡുകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ ഇപ്പം നിലവിൽ ഫണ്ട് വെച്ചിട്ടുള്ളത് മണിയൻകൊല്ലി മുതുശ്ശേരി റോഡ്. എല്ലാ റോഡുകളും അതായത് നിലവിൽ ആ വാർഡിലുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് റോഡുണ്ട്, അതൊഴികെ ബാക്കിയുള്ള എല്ലാ റോഡുകളും
കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഈ ജില്ലാ പഞ്ചായത്ത് റോഡിന് ഇപ്പോൾ നിലവിൽ ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് MLA-യുടെ വക 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ വക 10 ലക്ഷം രൂപയും കൂട്ടി 30 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് ടെൻഡറായി കിടപ്പുണ്ട്. അതും കൂടെ ആയാൽ പിന്നെ എനിക്കൊരു PWD റോഡേ ഉള്ളൂ. അത് ആ റോഡ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ റണ്ണിങ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉപയോഗിച്ച് 2 വർഷമായിട്ട് തന്നെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് റീട്ടാർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതിൻ്റെ ഫണ്ട് കിട്ടിയിട്ടില്ല. ഈ റണ്ണിങ് കോൺട്രാക്ട് ബേസിൽ അതിൻ്റെ കാന വൃത്തിയാക്കുക, പൊളിഞ്ഞ ഭാഗമൊക്കെ റീട്ടാർ ചെയ്യുക, പാച്ച് വർക്ക്, അങ്ങനെയൊക്കെ ആ റോഡും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ റോഡും ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എനിക്ക് 100% സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ 2 റോഡുകൾ പിന്നെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ചെയ്തു. പിന്നെ ഇനി ഒരു പൊതു ശ്മശാനമുണ്ട്, അങ്ങോട്ടേക്ക് റോഡ് ഫണ്ട് അനുവദിച്ച് കിടക്കുന്നതാണ് ഇപ്പം നിലവിൽ ചെയ്യാൻ കിടപ്പുണ്ട്. അത് വേറെ ഒരു പ്രൊജക്റ്റ്, അതിപ്പോൾ പറയാൻ കിടപ്പുണ്ട്. ഈ കോൺക്രീറ്റ് റോഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് ഇപ്പം നിലവിൽ ചെയ്യാൻ കിടപ്പുണ്ട്, ഫണ്ട് അനുവദിച്ച് കിടക്കുന്നതാണ്, അത് ചെയ്യാനുണ്ട്, അത് ടെൻഡറായി കിടക്കുന്നതാണ്. പിന്നെ മറ്റൊരു റോഡ് പിന്നെ ഞർക്കങ്കര ജലനിധി റോഡെന്ന് പറഞ്ഞ റോഡ്, ആ റോഡ് നിലവിൽ ഫണ്ട് ആയി, പക്ഷേ ഇതുവരെ ടെൻഡർ ആയിട്ടില്ല. ഇങ്ങനെ 4 റോഡ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് പിന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇനിയുള്ളത് ടെൻഡർ എടുത്തില്ല, ടെൻഡർ വെച്ചതാണ്, ഇപ്പം പഞ്ചായത്ത് 2 വെച്ചു, ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെയുള്ളത് ഞാൻ മെമ്പറായിട്ട് വരുമ്പോൾ നിലവിൽ 7 റോഡുകളാണ് പഞ്ചായത്ത് റോഡുകളായിട്ട് ഈ വാർഡിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ 5 വർഷ കാലഘട്ടം കൊണ്ട് 6 പുതിയ റോഡുകളും കൂടെ ഏറ്റെടുത്തു. ഇത് തൊഴിലുറപ്പല്ല, ഇത് ജനങ്ങൾ തന്നെ റോഡായിട്ട് പണിത് ആ റോഡ് ഇപ്പോൾ ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇപ്പം തൊഴിലുറപ്പിൽ ചെയ്യാൻ പോകുന്നത്, ബാക്കി ഇനി ഫണ്ടൊക്കെ അനുവദിച്ച് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അങ്ങനെ മൊത്തം എനിക്കിപ്പം 13 റോഡായി. അപ്പം ഞാൻ ഭരണസമിതിയിൽ കയറി 7 ഉള്ളായിരുന്നു, ഇപ്പോൾ ആ റോഡുകളുടെ എണ്ണം 13 ആയിട്ടുണ്ട്. ഇത്രയാണ് റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് ഉള്ളത് പിന്നെ ഒരു ശ്മശാനം, നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ശ്മശാനം എൻ്റെ വാർഡിലാണുള്ളത്. അത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണോ ഉണ്ടായിരുന്നത്, മുന്നുണ്ടായിരുന്നതായിരുന്നു? സ്ഥലം 84 പക്ഷെ അതിന്റെ പണി നടന്നത് നമ്മുടെ ഈ ഭരണസമിതി ഉദ്ഘാടനത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു ചെറിയ പണിയും കൊണ്ട് ബാക്കിയുണ്ട്. പിന്നെ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അത് 2 വാർഡിലായിട്ട് കിടക്കുന്ന ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അത് ട്രൈബൽ ഫണ്ടാണ്. അതായത് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി, സമഗ്ര വികസന പദ്ധതി എന്നും പറയും, തൽത്തണ്ണി. അത് ഏകദേശം 80 ലക്ഷം രൂപയുടെ ഉള്ള ഫണ്ടാണ്. അത് ഞാൻ ശരിക്കും മെമ്പറായി വരുന്നതിന് മുമ്പുള്ള പദ്ധതിയായിരുന്നു. അന്ന് അതിനെന്തോ സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് ആ പദ്ധതി നടന്നില്ല. അത് ഞാൻ ഭരണസമിതിയായി വന്നതിന് ശേഷം പ്രസിഡന്റ് സഹായത്തോടു കൂടി ആ പദ്ധതി വീണ്ടും, അത് ആരോ ടെൻഡർ എടുത്തിട്ട് ഉഴപ്പിപ്പോയതായിരുന്നു. അത് വീണ്ടും പുതിയ ആളുകളെ ഇടപെട്ട് പുതിയ ആളെ ടെൻഡർ ഏൽപ്പിച്ച് ആ പദ്ധതി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച് എൻ്റെ വാർഡിൽ ഒരു സാംസ്കാരിക നിലയം, അതിൻ്റെ എമൗണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ പദ്ധതി എൻ്റെ വാർഡിൽ മാത്രമല്ല 2ാം വാർഡിലും കൂടെ പെടുന്ന കേട്ടോ, 2 വാർഡിലായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ വാർഡിൻ്റെ പേര് വെച്ചാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്, തൽത്തന്നെയാണ്. പക്ഷെ അത് 2ാം വാർഡിലേക്കും കൂടെ ആ പദ്ധതി ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പദ്ധതി അവിടെ നടന്നിട്ടുണ്ട്. പിന്നീടുള്ളത് കുടിവെള്ള പദ്ധതിയിലെ ഒന്ന് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ മറ്റൊരു കുടിവെള്ള പദ്ധതിയും കൂടെ അവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 80 ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ്. അത് ജനങ്ങളിൽ നിന്ന് തന്നെ ഫണ്ട് കളക്ട് ചെയ്ത്, ഗുണഭോക്തൃത്വം കൂടെ സ്ഥലം വാങ്ങാനുള്ള പൈസയൊക്കെ ജനങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത്, അത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി എൻ്റെ വാർഡിലെ ഏകദേശം 80ഓളം ആളുകൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു. അത് എൻ്റെ കാലയളവിലാണ് നടന്നത്. അതിൽ ഞാനും പരമാവധി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പദ്ധതി വാർഡിൽ ചെയ്യാൻ പറ്റി. അതിപ്പോൾ നിലവിൽ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റൊരു വലിയ കുടിവെള്ള പദ്ധതിയാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം എൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. ഇനിയും കുറേ ആളുകൾക്ക് കൊണ്ട് വെള്ളം കിട്ടാനുണ്ട്. അതിന് ജലജീവൻ മിഷനെ ആശ്രയിച്ച്
കാര്യങ്ങൾ ചെയ്യാമെന്ന്. പഞ്ചായത്ത് തലത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വാർഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ആ പ്രോജക്റ്റ് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങിയതേ ഉള്ളൂ. ജലജീവൻ മിഷൻ നമ്മുടെ വാർഡിൽ ഇപ്പം എൻ്റെ വാർഡിൽ ഒരു കൊച്ചു വീട്ടുകാർക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രോജക്റ്റ് 2024 അത് പൂർത്തിയാവുള്ളൂ അല്ലേ. അതിന് ഇനിയും കാലതാമസമുണ്ട്. പക്ഷേ അത് എൻ്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി അടുത്ത് വരുന്ന മെമ്പറിൻ്റെ കാലത്തേ അത് പൂർത്തിയാകുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തത് ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണം അത് നടത്തുന്നതിൽ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏകദേശം ലൈഫ് പദ്ധതിയിൽ 14 വീടുകൾ ഇപ്പം നിലവിൽ പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ 14 വീടുകൾ നിലവിലുണ്ട്. അതിൽ പൂർത്തിയായത് ആകാനുള്ളത് ഇനി 2-3-4 വീടുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം പൂർത്തിയായി. മെയിൻ്റനൻസ് ഇതിൻ്റെ വേറെ ചെയ്തിട്ടുണ്ട്. ഇത് ലൈഫ് പദ്ധതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൂടാതെ PMAYയിലെ ഫണ്ട് ഉപയോഗിച്ച് ഒരാൾക്ക് നല്ലൊരു വീട് അങ്ങനെ ആക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 15ഓളം പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഭവന നിർമ്മാണ രംഗത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് നമ്മൾ വീട് ഭവന പുനരുദ്ധാരണം അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു വീടിനെ ഭാഗികമായിട്ട് നമ്മൾ ആ വീട് നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ്. അതിൻ്റെ റൂഫിംഗ് ആണ് നമ്മൾ നന്നാക്കുന്നത്. അപ്പം തടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂഫിംഗ് ഉള്ള വീടുകളിലെ തടി ദ്രവിച്ച് പോകുന്ന അതിന് എന്ത് ചെയ്യും, കമ്പിയും പട്ടയും ഉപയോഗിച്ച് തടിക്ക് പകരം മാറ്റി കമ്പിയും പട്ടയും ഉപയോഗിച്ച് പിന്നെ ഓടിട്ട് ആ വീട് പിന്നെ മേൽക്കാലം റൂഫിങ്ങിന് പിന്നെ ഒരിക്കലും കുഴപ്പം പറ്റാറില്ല. അങ്ങനെ ഏകദേശം ഒരു 10-12 വീടോളം ഇപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ വർഷത്ത് ചെയ്യാനുള്ളത് ഉണ്ട് 2-3 വീട്. അങ്ങനെ ഭവന നിർമ്മാണ മേഖല അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വാർഡ് അഭിമുഖീകരിച്ച മറ്റൊരു പ്രശ്നം, തീരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ വീട്ടുകാർ ST മേഖലയിലും ജനറൽ മേഖലയിലും ഉണ്ട്. അത് ഭൂരിപക്ഷം ST മേഖലയിലാണ്. അവർക്ക് വേണ്ടത്ര ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ വളരെ പഴകി ദ്രവിച്ച് മോശമായ ടോയ്ലറ്റോ അല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് തീരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് ഒരു 10-23 വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നിലവിൽ ഇപ്പോൾ റണ്ണിങ് ആണ്. വീണ്ടും പുതിയ ആളുകളുടെ അപേക്ഷകൾ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. ഇതെല്ലാം പിന്നെ വ്യക്തികൾക്ക് വ്യക്തിപരമായ കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. അത് നമുക്ക് പിന്നെ എല്ലാ വാർഡിലും ഉള്ള പോലെ തന്നെ എൻ്റെ വാർഡിലും അത് ചെയ്തു കൊടുക്കുന്നു. ഇപ്പം കാർഷിക മേഖലയിൽ ഇപ്പോൾ കേരഗ്രാമം പദ്ധതി പൊതുവെ എല്ലായിടത്തും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ വാർഡിൽ ചെയ്യാൻ നമുക്ക് കാർഷിക മേഖല നമ്മളെ പൊതുവായിട്ട് ചെയ്യുന്നത് ഇപ്പം എൻ്റെ വാർഡൊക്കെ എന്ന് പറഞ്ഞാൽ റബ്ബർ, തെങ്ങ്, കമുക് അങ്ങനെ മിശ്രിത കൃഷിയാണ്, മിക്സഡ് പ്ലാന്റേഷനാണ്. അപ്പോൾ അതിൽ ഈ തെങ്ങ് കൃഷിക്ക് പൊതുവെ കുറേ കാലമായിട്ട് കർഷകർ തെങ്ങ് കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ തെങ്ങിനാരും പണിയുന്നില്ല, അതുകൊണ്ട് അതിന് വേണ്ടത്ര ആദായ വരുമാനം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ MLAയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കേരഗ്രാമം പദ്ധതി. പല പഞ്ചായത്തുകൾക്കും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിനും അങ്ങനെ ഒരു പദ്ധതി കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ 2 വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, തെങ്ങിന് പിന്നെ ഉണ്ടാകുന്ന വേരിൽ നിന്നുണ്ടാകുന്ന കീടബാധകളുണ്ട്. അപ്പോൾ ആ കീടബാധയിൽ നിന്ന് തെങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേപ്പ് പിണ്ണാക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന സംവിധാനമുണ്ട്. അത് ഏതാണ്ട് എല്ലാ കർഷകർക്കും ഒരു തെങ്ങിന് 1 കിലോ വേപ്പ് പിണ്ണാക്ക് എന്ന നിലയിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 2 വർഷം കൊടുത്തു. 3ാമത്തെ വർഷം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ കുറച്ച് കർഷകർക്ക് നമ്മൾ രാസവളങ്ങളും മറ്റുള്ള കുമ്മായം അതുപോലുള്ള സാധനങ്ങളെല്ലാം അവർക്ക് തെങ്ങ് കൃഷിക്ക് വേണ്ടി അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തെങ്ങ് കൃഷിക്ക് നല്ല വിധത്തിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മറ്റ് ചെയ്തത് നമ്മൾ എല്ലാ വർഷം നമ്മൾ വാർഡിൽ ആവശ്യമായ ആളുകൾക്കെല്ലാം പച്ചക്കറി തൈയും കൊടുക്കുന്നുണ്ട്, പച്ചക്കറി വിത്തും. അതിൻ്റെ ഉദ്ദേശം നമ്മളെ ഓരോ കുടുംബത്തിലും പച്ചക്കറി നമുക്കറിയാം, പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് കൂടുതൽ വിഷമയമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്തോ പരിസരത്തോ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചക്കറികൾ സ്വന്തമായിട്ടെങ്കിലും ഉദ്ദേശത്തോടെ അത് എല്ലാ വർഷവും ചെയ്തു കൊടുക്കുന്നുണ്ട്. പച്ചക്കറി തൈയുണ്ട്, പച്ചക്കറി വിത്തും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വാഴ കൃഷിക്ക് സപ്പോർട്ട്
വാഴവിത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിലവിൽ കൃഷി ചെയ്യുന്ന ഈ വർഷം നിലവിൽ കൃഷിയുടെ കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്, സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വീട്ടിൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്കറിയാം, ഇന്ന് കോഴി വളർത്തുന്ന ആളുകൾ പല ആളുകളും മാർക്കറ്റിൽ പോയിട്ട് ലഗോൺ മുട്ടയോ നാടൻ മുട്ടയൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന സംവിധാനമാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് കോഴി വളർത്താൻ താല്പര്യമുള്ള എല്ലാ കർഷകർക്കും നമ്മൾ കോഴിയെ ഗ്രാമശ്രീയോ അല്ലെങ്കിൽ ഗിരിരാജ അതുപോലെയുള്ള നല്ല ഇനത്തിൽപ്പെട്ട കോഴികളെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ട് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഓരോ കുടുംബക്കാർക്ക് നമ്മൾ പറ്റുന്നില്ല ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ വാർഡിലൊരു കുറച്ച് പാൽ കർഷകരുണ്ട്, ക്ഷീരകർഷകർ. അപ്പോൾ അങ്ങനെ ക്ഷീരഗ്രാമ പദ്ധതി നമുക്ക് പഞ്ചായത്തിലുണ്ട്. അത് കൂടാതെ തന്നെ പാല് മിൽമയിൽ അളക്കുന്ന ആളുകൾക്ക് പിന്നെ പാലിന് സബ്സിഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും ആ ഒരു പദ്ധതി ചെയ്യുന്നുണ്ട്. അത് എൻ്റെ വാർഡിലെ എല്ലാ ഗുണഭോക്താക്കളെയും നമ്മളത് ഉൾപ്പെടുത്തി അവർക്കത് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും മെമ്പർ എന്ന നിലയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ശുചിത്വത്തിന്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞത്. കാർബൺ നെറ്റ് സീറോ പഞ്ചായത്താണ്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങൾ എത്രത്തോളം വാർഡിൽ ഹരിതകർമ്മസേന എൻ്റെ വാർഡിൽ കൃത്യമായിട്ട് അവർ പ്ലാസ്റ്റിക്കും അതുപോലുള്ള മറ്റ് അനുവദനീയമായി എടുക്കേണ്ട വസ്തുക്കളെല്ലാം അത് കൃത്യമായിട്ട് വന്ന് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞാൻ സഹകരിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ വാർഡിൽ വാർഡ് തല കുടുംബശ്രീയുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മളവരെ കുടുംബശ്രീയുടെ ആളുകളെയും ഒക്കെ വിളിച്ച് ADS മീറ്റിംഗ് വിളിച്ച് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വീടും പരിസരവും വളരെ ശുചിയാക്കണം. കൊതുക് നമുക്കറിയാം, നമ്മുടെ കാർഷിക മേഖലയിലാണ് ഈ അതിൻ്റെ ചിരട്ട മിക്ക ആളുകളും നോക്കി വെക്കും. ടാപ്പിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ മഴക്കാലമാകുമ്പം ഇത് കമത്തി വെക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിരട്ടകളിൽ കൊതുകിൻ്റെ മുട്ടയിട്ട് ലാവയുണ്ടായി നമ്മുടെ കൊതുക് ഒത്തിരി നമ്മുടെ മേഖലയിലേക്ക് വളർന്ന് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ വാർഡിൽ അങ്ങനെ ഡെങ്കിപ്പനി ഉണ്ടായിട്ടുമുണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാ വാർഡിലും വീട്ടുകാർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുത്ത് അവരുടെ പാവിൽ ചിരട്ട മൂത്ത് വെച്ചിട്ടുണ്ടാകാം മത്തി വെക്കാൻ പറയും. ഏതെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാൻ പറയും. ചെളി കെട്ടി എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ ചെളി മാറ്റി വെള്ളം തുറന്ന് വിട്ട് കൊതുക് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ വാർഡ് തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ആരോഗ്യ മേഖലയിൽ എനിക്കിപ്പോൾ ഒരു ആശാവാക്കമുണ്ട്. അപ്പോൾ അത് പാലിയേറ്റീവ് രംഗത്ത് പിന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് അവർ അത് തുടക്കം മുതൽ തന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് പഴയ പോലെ എത്തിയിരുന്നില്ല. തുടക്കം മുതൽ ഞാനും അവരുടെ കൂടെ ഭവന സന്ദർശനം നടത്തുമായിരുന്നു. കിടപ്പ് രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ചികിത്സാ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും അത് മുഖേന പാലിയേറ്റീവ് സിസ്റ്റർ മുഖേന അവർക്കത് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതിപ്പം ഉദാഹരണം പറഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങൾ പുതിയ ഭരണസമിതി രംഗത്തെത്തുമ്പോൾ അന്ന് ഒരു കോവിഡ് കാലഘട്ടമായിരുന്നു, 1-2 വർഷം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള പ്രതിസന്ധി എന്നാണ് ഈ കോവിഡ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ആ രോഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ വാർഡിൽ ഈ ആദിവാസി നഗറുകളിൽ ഒക്കെ ഈ രോഗം വന്നപ്പോൾ അവരെന്ത് ചെയ്തു, കുടുംബത്തിൽ ഇപ്പം നിങ്ങൾക്കായാലും എനിക്കായാലും രോഗം വന്നാൽ എന്നെ ഒറ്റയ്ക്കൊരു വീട്ടിലോ മുറിയിലോ മാറ്റി കിടക്കുക. അപ്പം മറ്റുള്ളവരാരും അവരുമായിട്ട് സമ്പർക്കത്തിന് തയ്യാറാകാറില്ല, പേടി കാരണം. കാരണം തങ്ങൾക്കും ആ രോഗം പിടിക്കുവോ ഇല്ലേ എന്നുള്ള പേടിച്ചിട്ട്. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആളുകൾക്ക് ഞാൻ ഈ കാർത്തികവരത്തുനിന്ന് മരുന്ന് വാങ്ങി. അവർക്ക് മരുന്ന് സ്ഥലത്തെത്താൻ വിഷമം വന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും മരുന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്തിക്കേണ്ട ഒന്നെങ്കിൽ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർക്ക് പല വാർഡുകളിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർക്ക് എല്ലാ വാർഡിലും ഓടിയെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ മരുന്ന് വാങ്ങി ഓരോ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾക്ക് രോഗം വർദ്ധിച്ച് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഇവിടെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു, ആംബുലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ആംബുലൻസ് ഉപയോഗിച്ച് എൻ്റെ വാർഡിലെ പേഷ്യൻസിനെ ആശുപത്രി കൊണ്ടുപോയി തിരിച്ച് വീട്ടിലെത്തിക്കുകയൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്കും ആ കാലഘട്ടത്തിൽ
കോവിഡ് പിടിക്കുകയും ചെയ്തു. പിടിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അതെ. പക്ഷെ അത് ഗുരുതരമൊന്നും ആയില്ല. ചെറുതായിട്ട് പിടിച്ചു. ഞാൻ 1-2 ആഴ്ച റെസ്റ്റ് എടുത്തു. അതോടെ ഇനി അപകടാവസ്ഥയിലൊന്നും ഞാൻ എത്തി. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വാർഡിൽ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സപ്പോർട്ട് നിങ്ങൾക്ക്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്ത കാര്യമെല്ലാം പറഞ്ഞല്ലോ. അത് പഞ്ചായത്തിന്റെ സഹായമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇതിനകത്തൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ പിന്നെ ഞാൻ ആദ്യമായിട്ട് വരുന്ന ആളാണ്. പിന്നെ പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് മെമ്പറാണ്. പക്ഷേ ഞങ്ങൾക്ക് 2 വക, ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രസിഡന്റ് CPM രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു 10-40 വർഷത്തെ ബന്ധം, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ഈ ഒരു ബന്ധം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതെ. ജനങ്ങളിൽ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ജനങ്ങളെ എനിക്ക് തോന്നുന്ന, ഇപ്പൊ അത് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ജനങ്ങളെ നിങ്ങൾ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഒരു ആത്മവിശ്വാസം മാത്രമാണ്. അപ്പം എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ വാർഡിലെ ജനങ്ങൾ 100% സംതൃപ്തത എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒരു ഒട്ടുമിക്ക ആളുകളും എൻ്റെ പ്രവർത്തിയിൽ സംതൃപ്തരാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. കാരണം ആരും ഒരു പരാതിയോ ആക്ഷേപമോ ഒന്നും എന്നോട് ഇതുവരെ നേരിട്ട് പറഞ്ഞിട്ടില്ല. സാധാരണ എന്തെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുന്ന വികസനങ്ങളോ അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ കുടിവെള്ളമാണ് എനിക്ക് ഒരു കാലത്ത്. അത് പിന്നെ ആ കൾവേർട്ട് പണിത് വർഷങ്ങളുടെ ആവശ്യമായിരുന്നു. അത് നടന്ന് എനിക്ക് ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി. എന്നതെല്ലാം 100% പൂർത്തീകരിച്ചെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഏറെ സന്തോഷത്തോടെ 5 വർഷക്കാലം ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വികസനങ്ങളെ, പഞ്ചായത്തിന്റെ വികസനങ്ങളെ പരമാവധി വാർഡിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. വിജയിച്ചു. നന്ദി. ഓക്കെ.